ഇന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാട്ടോ. അപ്പോൾ ഇന്ന് ഞാനും ഐറവും കൂടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്കാണ് അറിയുന്നത് നല്ല തിരക്കുണ്ട്. അത് കാരണം 10, 50, 20 ദിറംസിനൊക്കെ ഓഫർ ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ നേരെ അവിടെ മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു ട്രോളി എടുത്ത് അതിന് ശേഷം അവിടെ നിന്ന് നേരെ കിച്ചൻ്റെ ഒരു സെക്ഷനിലോട്ട് വന്നു കേട്ടോ. അവിടെ നിന്ന് എനിക്ക് ഒരു പാത്രം എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു പാത്രം എടുത്തു കേട്ടോ. ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടിക്കാൻ ഊറ്റാനൊക്കെ ആയിട്ട് ഒരു പാത്രം എടുത്ത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ പാത്രമൊക്കെ എടുത്തതിന് ശേഷം നേരെ മുന്നോട്ട് കിടന്നപ്പോഴത്തേക്ക് നമ്മൾ ടിഷ്യൂൻ്റെ സെക്ഷൻസ് ഉണ്ട്. അതിങ്ങനെ ഓഫറിൽ കിടന്ന് കണ്ടു കേട്ടോ. അപ്പോൾ വീട്ടിലും ഏകദേശം ഇനിയിപ്പോൾ ഒരു പാക്കറ്റും കൂടെ എന്തേ ഉള്ളൂ. അപ്പോൾ അത് തീരാറായപ്പം ഈ ഓഫറിലും കൂടെ കണ്ടപ്പോൾ ഞാൻ വെച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് നേരെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ഐറൂൻ്റെ സെക്ഷൻ എത്തി. ബിസ്ക്കറ്റ്, നൂഡിൽസ്, ലേസ്, വേഫർ സ്റ്റിക്ക്, ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് ആ ഒരു സെക്ഷനൊക്കെ എത്തി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഐറക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. ഐറ അങ്ങനെ ചിക്കൻ നൂഡിൽസ് എടുത്തു കേട്ടോ. അതിൻ്റെ ചിക്കൻ നൂഡിൽസൊക്കെ എടുത്തു. ഇതെന്ന് വെച്ചാൽ ഇന്നത്തെ പർച്ചേസ് മൊത്തം ഐറൂൻ്റെ ഒരു പർച്ചേസിങ് ആയിരുന്നു കൂടുതൽ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 1 മന്തിൽ 1 ഡേ ഓർ 2 മന്തിൽ 1 ഡേ ഇത് അവൾക്കുള്ളൊരു ദിവസമാണ്. അവൾ ഇപ്പോൾ ഇത് ഇത്രയും മേടിച്ചുകൊണ്ട് വന്നാലും അവൾ ഒത്തിരുന്ന് അങ്ങനെ തിന്നത്തൊന്നുമില്ല, കുറേത്തേക്ക്. പിന്നെ ഫ്രൂട്ട്സൊക്കെ വേണമെന്ന് പറഞ്ഞ് ഓറഞ്ച്, പിന്നെ കിവി, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം മേടിച്ച് തണ്ണിമത്തനും അതെല്ലാം മേടിച്ചതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് മലക്കറിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ പച്ചക്കറി ഐറ്റംസൊക്കെ മേടിച്ച് ചീരയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചതിന് ശേഷം പാലിൻ്റെ സെക്ഷനിലോട്ട് വന്നു. തൈരിൻ്റെയും അങ്ങനെ തൈരും എടുത്ത് ഞാൻ അവിടെ നിന്ന്, പിന്നെ അതിന് ശേഷം ഒരു പാലും എടുത്ത് അവിടെ നിന്ന്. അതൊക്കെ ശേഷം അത് എടുത്ത് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ജ്യൂസ് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ജ്യൂസാണ് അൽമറായുടെ ജ്യൂസ് ഇവിടുത്തെ. അങ്ങനെ ഞാനത് നോക്കി അവിടെ നിന്ന് മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മാംഗോ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. മാംഗോയുടെ ഞാൻ അത് വായിക്കാൻ വിട്ടു കേട്ടോ. ഞാൻ അതിങ്ങനെ മിക്സഡ് ഫ്രൂട്ടാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. മാംഗോയുടെ പടം അങ്ങനെ മുന്നിലിരുന്നപ്പോൾ ഞാൻ കണ്ടങ്ങ് എടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ മുട്ടയുടെ സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഞാൻ മുട്ടയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി ബില്ലൊക്കെ പേ ചെയ്തു കേട്ടോ. അത്യാവശ്യം ബേക്കറി ഐറ്റംസും പിന്നെ വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ നല്ല എമൗണ്ട് പൊടിഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ മേലത്തെ നിലയിലോട്ട് പോയി. അവിടെ ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കുമെന്നും പറഞ്ഞൊന്ന് പോയി നോക്കിയാൽ 3 മാസമായി ഞാൻ ഇവിടെയൊക്കെ വന്നിട്ട്. അങ്ങനെ പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഡ്രസ് സെക്ഷനൊക്കെ അവിടെ കാണുമെന്ന് കരുതിയൊക്കെ പോയത്, അവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചൊക്കെ വന്നു, എക്സിറ്റൊക്കെ അടിച്ചു. ഒരുപാട് വലിയൊരു വീഡിയോ ആയിട്ട് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനൊന്നുമല്ലായിരുന്നു. കാരണം ട്രോളി എൻ്റെ കയ്യിലായിരുന്നു, ഞാനായിരുന്നു അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഐറായ ഞാൻ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോയും എല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഒരു ബാലൻസ് കിട്ടില്ല. ട്രോളി എവിടെയെങ്കിലും പോയി തട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.